അമേരിക്കൻ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച ഇറാൻ കപ്പലിനെ ആക്രമിച്ചെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തൗസ്ക എന്ന ഇറാനിയൻ കപ്പൽ US നേവിയുടെ കസ്റ്റഡിയിലെന്നും ട്രംപ് അറിയിച്ചു. കപ്പൽ പിടിച്ചെടുത്ത അമേരിക്കയുടെ നടപടി കടൽക്കൊള്ളയെന്ന് ഇറാൻ സൈനിക വക്താവ് പറയുന്നു. കപ്പൽ ആക്രമണത്തിനെതിരെ ഉടനടി തിരിച്ചടിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പുണ്ട്. അതിനിടെ ഇറാൻ അമേരിക്ക രണ്ടാംഘട്ട ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മധു, പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ, അതിനൊരു അയവുണ്ടാവുന്നില്ല എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തൊട്ട് പുറത്തുവരുന്നുണ്ട്. അവിടെ US-ന്റെ നാവിക ഉപരോധം അത് തുടരുന്നു. അത് മാറ്റിയില്ലെങ്കിൽ വീണ്ടും ഹോർമുസ് അടക്കുമെന്ന പ്രഖ്യാപനം ഇന്നലെ ഇറാൻ നടത്തുന്നു. പിന്നാലെ ഹോർമുസ് അടയ്ക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മേഖലയിലായ ഒരു ഗതാഗത സ്തംഭനം ഉണ്ടാകുന്നു. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതാ ഇന്നിപ്പോൾ സംഭവിച്ചത് കുറച്ചുകൂടി ഗുരുതരമായ സ്ഥിതിയാണ്. ഇറാന്റെ കപ്പലിനെ അമേരിക്ക ആക്രമിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഇറാന്റെ കപ്പൽ അമേരിക്കയുടെ കസ്റ്റഡിയിലാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ? ഏത് രീതിയിലും സമാധാനം ആ മേഖല ഉണ്ടാകില്ല എന്നാണോ കരുതേണ്ടത്? ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്തേക്ക് പോവുകയായിരുന്നു ഈ ഇറാനിയൻ പതാക വഹിച്ച ചരക്ക് കപ്പൽ. അതിന് നേരെയാണ് അമേരിക്കൻ സൈന്യം വെടിയുതിർക്കുകയും ഈ കപ്പൽ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തത്. അമേരിക്കൻ നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ച MV ടൗസ്ക എന്ന കപ്പലിനെയാണ് അമേരിക്കൻ നാവികസേന തടഞ്ഞത്. ഈ കപ്പൽ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ കസ്റ്റഡിയിലാണെന്നും ഈ കപ്പലിനുള്ളിൽ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. USS പ്രൂൺസ് എന്ന അമേരിക്കൻ യുദ്ധക്കപ്പലാണ് ഈ ഇറാനിയൻ ചരക്ക് കപ്പലിനെ പിടികൂടിയത്. ഇവർക്ക് മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കപ്പൽ നിർത്താൻ തയ്യാറായിരുന്നില്ല. തുടർന്നാണ് കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്ക് വെടിയുതിർത്തതിന് ശേഷം അമേരിക്കൻ സൈന്യം ഈ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഇറാൻ വന്നു. ചൈനയിൽ നിന്ന് വരികയായിരുന്ന ഒരു കപ്പലാണ് അമേരിക്ക ഇപ്പോൾ തടഞ്ഞതെന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അമേരിക്കൻ സൈന്യത്തിന്റെ ഒരു കടൽക്കൊള്ളയാണ് ഇപ്പോൾ കണ്ടതെന്നാണ് IRGC പറയുന്നത്. ഇതിന് ശക്തമായ മറുപടി നൽകും, തിരിച്ചടി നൽകുമെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതോടെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വീണ്ടും നേരത്തെ പ്രജിൻ സൂചിപ്പിച്ച പോലെ രൂക്ഷമാവുകയാണ്. പുതിയ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് ഈ വെടിനിർത്തൽ അവസാനിക്കുന്നത്. അതിനു മുമ്പായി രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ ആരംഭിക്കാമെന്നുള്ള ഒരു രീതിയിലായിരുന്നു അമേരിക്കയുടെ നീക്കങ്ങൾ. JD വാൻസും സംഘവും പാകിസ്ഥാനിൽ മടങ്ങി എത്തുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ ഈ സമയത്ത് വരുന്നുണ്ടായിരുന്നു. അതേസമയം ഇറാന്റെ താല്പര്യവും സുരക്ഷയും ഒക്കെ ഉറപ്പുവരുത്തുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുടെ പ്രസ്താവനയും ഇതോടൊപ്പം വരുന്നുണ്ട്. പ്രജിൻ കൃഷ്ണ. മധു, അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ സമാധാന ചർച്ചകൾ അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്നു. ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ, മറുഭാഗത്ത് ആക്രമണം. ഈ രീതിയിൽ എന്ത് സമാധാനം ഉണ്ടാക്കാനാണ് എന്ന സ്വാഭാവികമായ ചോദ്യമുണ്ടല്ലോ. ഇസ്ലാമാബാദിലേക്ക് ഇറാനിലെ പ്രതിനിധി സംഘം വരാൻ പോകുന്നില്ല എന്ന വാർത്തകളും അത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി അത്തരം റിപ്പോർട്ടുകളൊക്കെ പല കോണുകളിൽ നിന്നായി ഉയരുന്നുണ്ട്. പ്രജിൻ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആരുമായിട്ടാണ് ഈ ചർച്ചകൾ, എന്തിന്റെ പേരിലാണ് ട്രംപ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഭാഗികമായ ഉത്തരം ഇന്നലെ മുതൽ തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടാൻ തുടങ്ങി. അതായത് അമേരിക്കയുടെ ചർച്ചകൾ പ്രധാനമായിട്ടും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അബ്ബാസ് അറാഗ്ചിയും അതുപോലെ പാർലമെന്റ് സ്പീക്കറുമായിട്ടും ഒക്കെ ആയിരിക്കും നടക്കുന്നത്. പക്ഷേ അതിന്റെ അവസാന തീരുമാനം IRGC അല്ലെങ്കിൽ അവിടുത്തെ ഒരു തീവ്ര വിഭാഗമാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ കപ്പൽ തന്നെ ഹോർമുസ് തുറമുഖം തുറന്നു കൊടുക്കുന്നു, 24 മണിക്കൂറിനകം അത് അടയ്ക്കുമെന്ന് ഈ IRGC പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ തുടർ ചർച്ചകൾ ആരുമായിട്ടായിരിക്കും എന്നുള്ളതിനെ നിശ്ചയിച്ചിരിക്കും. വരും കാലങ്ങളിൽ എത്രത്തോളം നമുക്ക് ഈ സമാധാനം എത്രത്തോളം പെട്ടെന്ന് ലഭിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച കാര്യം ഈ IRGC പിടിമുറുക്കുന്നതോടുകൂടി എന്ത് ചർച്ചകൾ നടത്തിയാലും ഒരു ഫലമില്ലെന്നുള്ള രീതിയിലാണ് ഈ കഴിഞ്ഞ ചർച്ചകളിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. ശരി, എന്തായാലും മേഖലയിൽ സമാധാനം പുലരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. IRGC അവരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഹോർമൂസ് കടലിടുക്ക്, അവിടെ അമേരിക്കയുടെ ഉപരോധം വരുന്നു. അമേരിക്കൻ നാവികസേന അവിടെ നിലയുറപ്പിക്കുന്നു, ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ പശ്ചിമേഷ്യ ആ വെടിനിർത്തൽ കരാർ തീരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോവുകയാണോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. മാത്രമല്ല, ഹോർമൂസ് അടച്ചതോടുകൂടി തന്നെ വീണ്ടും മറ്റ് രാജ്യങ്ങളിലേക്ക്, ഏഷ്യൻ രാജ്യം, ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ തന്നെയുള്ള ഈ കപ്പൽ ചരക്ക് ഗതാഗതം അത് നിലയ്ക്കുന്ന മട്ടുണ്ടാകും. അപ്പോൾ എന്തായിരുന്നോ കഴിഞ്ഞ മാസമൊക്കെ ഉണ്ടായ പ്രതിസന്ധി, അതിലേക്ക് വീണ്ടും ലോകം പോകുമോ എന്നൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. അതെ, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.